ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ റവ ഉപ്മാവ് ഉണ്ടാക്കാം. റവ ഉപ്മാവേ ആർക്കും ഇഷ്ടമല്ല, കേൾക്കുന്നതേ വെറുപ്പായില്ല മിക്ക ആൾക്കാർക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം റവ കൊണ്ട്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി നെയ്യും കൂടി ഒഴിക്കുക. നെയ്യുടെ ടേസ്റ്റും കൂടെ വന്നാലേ ഒരു സുഖമുള്ളൂ. ഏറെ നെയ്യും കുറച്ച് എണ്ണയും വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ്, ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാം, ക്യാപ്സിക്കം, സവാള ഇതെല്ലാം കൂടെ കൊത്തിയരിഞ്ഞതും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു നുള്ളു ഉപ്പും ചേർത്ത് അത് നന്നായിട്ട് വഴന്നതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് 1 കപ്പ് റവയും കൂടെ ചേർത്ത് റവ നന്നായിട്ട് വറുത്ത റവയാണെന്നും പറഞ്ഞാൽ കവറിൽ എഴുതിയേക്കുന്നത്, എന്നാലും നമ്മൾ നന്നായിട്ടൊന്നും കൂടി വറക്കണം. റവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു 5-6 കുരുമുളകും ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇടുക. അതെല്ലാം കൂടെ ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി ശരിക്കും റവ മറന്ന് ഒരു കളറ് ഒത്തിരി അങ്ങ് മാറിപ്പോയത് മാറാൻ തുടങ്ങുന്ന സമയത്ത് തിളച്ച വെള്ളത്തിൽ 2 കപ്പ്, 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക. തീ സിമ്മിലായിരിക്കണം വെച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ തീ സിമ്മിലേക്ക് ആക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച ഉടനെ ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അപ്പം തന്നെ മൂടി വയ്ക്കുക. മൂടി വെച്ച് 2-3 മിനിറ്റ് സിമ്മിൽ തന്നെ വെച്ചേക്കുക. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഉപ്മാവ് നല്ല പാകമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ്. ഇതിന് വേറെ കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പൊടി പൊടിയായിട്ടിരിക്കുന്ന ഉപ്മാവിനാണെങ്കിൽ, നമുക്ക് പുട്ടുപോലെ ഇരിക്കുന്ന ഉപ്മാവിനാണെങ്കിൽ നമുക്ക് കറിയൊക്കെ വേണം. ഇതിനതൊന്നും വേണ്ട. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്